രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതുവരെ സ്വീകരിച്ച നടപടികളൊക്കെ ശരിയാണ്, വിഷയത്തിൽ കൂട്ടായ തീരുമാനമാണ് എടുത്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു. നടപടിയിൽ എ ഗ്രൂപ്പ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഞാൻ അതിന് ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ്. സമൂഹ മാധ്യമങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ്. ഒരു സമൂഹ മാധ്യമത്തിലെ ഭീഷണി കൊണ്ടും ഒരു കാര്യം കൊണ്ടും നമ്മുടെ നിലപാടിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ നിലപാടെടുത്തിരിക്കുന്നത്. ഞങ്ങൾ കൂടിയാലോചിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഞങ്ങൾ യുനാനിമസായിട്ട് ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും. ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ അറിവുകളിൽ നിന്നും ഞങ്ങളെടുത്ത തീരുമാനമാണ്. വിഷ്ണു സുരേഷ് വാർത്തയുടെ വിവരങ്ങളും. വിഷ്ണു, സൈബർ ആക്രമണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അനുകൂലികളായ പ്രവർത്തനം അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കാര്യം അതുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന MLA ആയി വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് അതിന് മറുപടി പിന്നെ പറയാം. അതിന് മറുപടി പറയാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, പക്ഷേ പിന്നെ പറയാം എന്നാണ് പ്രതിപക്ഷത പറയുന്നത് അല്ലേ? ഹാഷ്മി, വളരെ ശക്തമായൊരു നിലപാട് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അവർ ന്യായീകരണ വാദങ്ങൾ നിരത്തിയില്ല. അതിനു മുൻപേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്നും പിന്നാലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടി സ്വീകരിച്ചു. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോള് നിർണായകമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം വളരെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ ആക്രമണം തനിക്കെതിരെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. അവരോടൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. നിങ്ങളിങ്ങനെ ആക്രമിച്ചാൽ പോലും ഞാൻ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായതെന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. അതിന് മറുപടി പറയേണ്ട ആൾ അദ്ദേഹം തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവാണ്, കക്ഷി നേതാവാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹമാണ് അതിന് മറുപടി നൽകാനുള്ള ഉത്തരവാദിത്തമുള്ള ആൾ. എന്നാൽ അതിലൊരു തീരുമാനം താൻ ഒറ്റയ്ക്കെടുക്കുന്നില്ല. അത് കൂട്ടായ ഒരു തീരുമാനത്തിലേക്ക് അതിനുശേഷം മറുപടി പറയാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം അദ്ദേഹം തള്ളുന്നില്ല. അതിനുള്ള സാധ്യത ഏറി വരികയാണ്. KPCC പ്രസിഡന്റും നേരത്തെ കെ മുരളീധരൻ അടക്കമുള്ള ആളുകളൊക്കെ രാഹുൽ സമയം ഉണ്ടാകും എന്നൊരു സൂചന നൽകിയിരുന്നു. അതുകൊണ്ട് നിലവിൽ അത് തള്ളാതെ നിൽക്കുന്ന നിലപാടാണ് വി ഡി സതീശൻ എടുക്കുന്നത്. കൂടിയാലോചനയ്ക്ക് ശേഷം ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് UDF ആ വിഷയത്തിൽ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതിയിൽ സമർപ്പിച്ച FIR അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ എന്ന ചോദ്യമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തീരുമാനം പിന്നീട് പറയാനുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ തനിക്കുണ്ട്, അത് പറയും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്.